ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഇത്രയും രുചിയുള്ള ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടാകില്ല, അത്രയ്ക്ക് കിഡിലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പുള്ള ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ടർ മെൽറ്റായി വന്നാൽ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ സൈസിൽ അരിഞ്ഞെടുത്ത സവാളയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കേണ്ട, ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാകും ഈ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സവാള ഇതാ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. കൂടുതലായിട്ട് കുക്കായി വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് സവാളയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 മുട്ടയോ 2 സവാളയോ നിങ്ങൾക്ക് എത്ര അളവാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പം മുട്ട കുക്കായി വന്നാൽ സവാളയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു എരിവിനായിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കുമ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അത് മാറ്റം വരുത്താം. മുളക് ചതച്ചത് കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ മയോണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 5 ടീസ്പൂൺ അളവിൽ മയോണൈസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മയോണൈസ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാനായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മിക്സ് നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ മിക്സ് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒരല്പം ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം വരുത്താം. അപ്പോൾ കുറച്ച് സോസ് കൂടി ഞാൻ ആക്കി കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ ബ്രെഡ് കൂടി വെച്ചിട്ട് ഞാനിത് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു ക്ലിങ് ഫിലിമിൽ ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നേരം ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്ത് വെക്കേണ്ടത് എങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം ബ്രെഡിൻ്റെ പുറംവശം ഒന്ന് പാനിലിട്ടിട്ട് ചൂടാക്കിയെടുത്താലും നല്ല രുചി തന്നെ ആയിരിക്കും. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. കാരണം കിഡിലൻ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. താങ്ക്